വെൽക്കം, റഹ്മാനാണ്. ഫാർമക്കോഡൈനാമിക്സ് വീഡിയോ സീരീസിലെ നമ്മുടെ 6ാമത്തെ വീഡിയോ ആണ്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന റിസപ്റ്റേഴ്സിനെ പറ്റിയാണ്. വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസപ്റ്റേഴ്സ്, എക്സ്പ്ലെയിൻ എന്ന ചോദ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉത്തരം എഴുതും എന്നുള്ളതാണ്. സോ ആദ്യം നമുക്ക് റിസപ്റ്റേഴ്സിനെ ഒന്ന് ഡിഫൈൻ ചെയ്യണം. ദെൻ വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസപ്റ്റർ, ദെൻ ഏതാണ് ചോദിച്ചിരിക്കുന്നത്, സ്പെഷ്യലായിട്ട് ഏതെങ്കിലും എടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച്, ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരെണ്ണത്തെ കുറിച്ച്. അപ്പോൾ ഇഷ്ടമുള്ള ഒരെണ്ണത്തെ കുറിച്ചാണെങ്കിൽ ഞാൻ ഈ പറയുന്ന ഈ വീഡിയോ നമുക്ക് മൊത്തമായിട്ട് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് അതർ 3 വീഡിയോസ്, 1-2 വീഡിയോ പുറകെ വരുന്നത് കൂടി കാണേണ്ടി വരും. ഓക്കെ, സോ നമുക്ക് ആദ്യം റിസപ്റ്റേഴ്സിനെ ഡിഫൈൻ ചെയ്ത് നോക്കാം. റിസപ്റ്റേഴ്സ് എന്തുവാ? റിസപ്റ്റേഴ്സ് നമ്മൾ നൽകുന്ന മരുന്ന് ഒട്ടിച്ചേരുന്ന ശരീരത്തിലുള്ള ചില പ്രോട്ടീൻസ് ആണ്. ശരിക്കും നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള ചില കെമിക്കൽസ് അല്ലെങ്കിൽ ഹോർമോൺസ് അവയ്ക്ക് ഒട്ടിച്ചേരാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മുടെ സെല്ലാണെങ്കിൽ ഇവിടെ ഒരു റിസപ്റ്റർ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് മരുന്ന് അല്ലെങ്കിൽ ശരീരത്തിൽ തന്നെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ ആണെന്ന് വിചാരിക്കുക. സോ വാട്ട് എവർ മേ ബി വി കോൾ ദം ആസ് ലിഗൻസ്. സോ ലിഗൻസ് വന്ന് ഒട്ടിച്ചേരണം. ഒട്ടിച്ചേർന്ന് കഴിഞ്ഞാൽ ഇതിനകത്ത് ചില പ്രവർത്തനങ്ങൾ നടക്കണം, കൂടുകയോ കുറയുകയോ ചെയ്യാം. സോ ഇത് വെച്ചിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ദീസ് റിസപ്റ്റേഴ്സ് ആർ മാക്രോമോളിക്യൂൾസ്. പ്രോട്ടീൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ ദീസ് ആർ മാക്രോമോളിക്യൂൾസ്. ഓക്കെ, അപ്പോൺ ബൈൻഡിങ് വിത്ത് ദ ലിഗൻ ബൈൻഡിങ്, അപ്പോൺ ബൈൻഡിങ് വിത്ത് ദ ലിഗൻറ്റുമായിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം? എ സീരീസ് ഓഫ് ഇൻട്രാസെല്ലുലാർ ചേഞ്ചസ് ഓർ സിഗ്നലിംഗ് പാത്വേസ് അകത്ത് നടക്കണം. ആൻഡ് ദീസ് ഓൾ കൾമിനേറ്റ് ഓർ പ്രൊഡ്യൂസ് എ ചേഞ്ച് ഇൻ ഫിസിയോളജിക്കൽ ഫംഗ്ഷനിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തുകയാണെങ്കിൽ അങ്ങനെയുള്ള ആ മാക്രോമോളിക്യൂൾസിനെയാണ് നമ്മൾ റിസപ്റ്റേഴ്സ് എന്ന് പറയുക. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഒരു ഡെഫിനിഷൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം, അപ് ടു യു. ഇനി നമ്മുടെ ശരീരത്തിൽ മരുന്നുകൾക്ക് ടാർജറ്റ് ആവാൻ 4 തരം റിസപ്റ്റേഴ്സ് ഉണ്ട്. സോ വി ആർ ടോക്കിംഗ് അബൌട്ട് ദിസ് ടാർജറ്റ് നൗ. റിസപ്റ്റർ ടാർജറ്റിനെ കുറിച്ച് മാത്രമാണ്, ബാക്കി ടാർജറ്റ് ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സോ 4 തരം റിസപ്റ്റർ ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ligand gated ion channel റിസപ്റ്റർ. ഇതാണ് ആദ്യത്തെ. രണ്ടാമത്തെ നമ്മൾ പഠിക്കുന്നത് ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റേഴ്സ് ആണ്. മൂന്നാമത്തത് നമ്മൾ പഠിക്കുന്നത് എൻസൈം ഓർ കൈനേസ് ലിങ്ക്ഡ് റിസപ്റ്റേഴ്സ്. നാലാമത്തത് നമ്മൾ ഇൻട്രാസെല്ലുലാർന്നോ അല്ലെങ്കിൽ ന്യൂക്ലിയർന്നോ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, ന്യൂക്ലിയർ റിസപ്റ്റേഴ്സ്. സോ ഇത്രയും റിസപ്റ്റേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുക. ഇതിൽ ആദ്യത്തെ 3 ദിസ് ലിഗൻ ഗേറ്റഡ് അയോൺ ചാനൽ, GPCR ആൻഡ് എൻസൈം, ഇതെല്ലാം ഇത് സെൽ മെംബ്രെയിൻ ആണെങ്കിൽ നമ്മൾ സെൽ മെംബ്രെയിൻ 2 ലെയർ വരയ്ക്കുക. ഇവിടെ ആയിരിക്കും അതിരിക്കുക. ദാറ്റ് മീൻസ് ദീസ് ആർ ട്രാൻസ് മെംബ്രെയിൻ അല്ലെങ്കിൽ മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റേഴ്സ് ആണ്. സോ ദീസ് ഓൾ ആർ മെംബ്രെയിൻ ബൗണ്ട്. പക്ഷേ ഇത് സെല്ലിന്റെ അകത്ത്, ഒന്നുകിൽ ന്യൂക്ലിയസിനകത്തും ആയിരിക്കാം, DNA യുടെ ഒക്കെ അവിടെ ആയിരിക്കാം, അല്ലെങ്കിൽ സൈറ്റോപ്ലാസത്തിലായിരിക്കാം. സോ ദാറ്റ്സ് എ ഫസ്റ്റ് പോയിന്റ്, 3 റിസപ്റ്റർ. രണ്ടാമത്തത് ഏതാണ് ഫാസ്റ്റസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിഗൻ ഗേറ്റഡ് അയോൺ ചാനൽ. ദിസ് ഇസ് ദ ഫാസ്റ്റസ്റ്റ് വൺ. ഏറ്റവും വേഗതയിൽ കാര്യങ്ങൾ നടത്തുന്നത് ലിഗൻ ഗേറ്റഡ് അയോൺ ചാനൽസ് ആണ്. ഇനി ബാക്കിയുള്ളത് ഈ ലിഗൻ ഗേറ്റഡ് ഉണ്ടാക്കിയാലും GPCR ഉണ്ടാക്കിയാലും ഈ ചേഞ്ചസ് ഒക്കെ ടെമ്പററി ആണ്. ഓക്കെ, ടെമ്പററി ചേഞ്ച് ആണ്. ആൻഡ് ഏറ്റവും സ്ലോവസ്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എൻസൈം ലിങ്ക്ഡ് ആണെന്ന് പറയാം. കാരണം ന്യൂക്ലിയർ റിസപ്റ്റേഴ്സ് ഡ്രഗ് വന്നിട്ട് നേരെ ന്യൂക്ലിയസിലേക്ക് പോകുന്നുണ്ട്, അതുകൊണ്ട് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിരിക്കും. സോ ഇതാണെങ്കിലാണ് കുറച്ചും കൂടി സ്ലോവസ്റ്റ്. ബട്ട് ഇറ്റ് ക്യാൻ ബി ഡിപ്പെൻഡ്സ് അപ്പോൺ വാട്ട്, ഏത് റിസപ്റ്ററിലാണെന്നൊക്കെ അനുസരിച്ചിരിക്കും. ഓക്കെ, എങ്കിലും നമുക്ക് പറയാവുന്നത് ദിസ് ഈസ് ദ സ്ലോവസ്റ്റ് ആൻഡ് ദിസ് ഈസ് ദ ഫാസ്റ്റസ്റ്റ്. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇത് ടെമ്പററി ചേഞ്ച് ആണ് ഇതൊക്കെ ഉണ്ടാക്കുക. പക്ഷേ ന്യൂക്ലിയർ റിസപ്റ്റേഴ്സ് വഴിയൊക്കെ ആണെങ്കിൽ മിക്കവാറും ലോങ് ലാസ്റ്റിംഗ് എഫക്റ്റ് ആയിരിക്കും ഇത് ഉണ്ടാക്കുക. ദീർഘനേരം നിൽക്കുന്ന എഫക്റ്റുകളൊക്കെ ആയിരിക്കും ഉണ്ടാക്കുക. ഇനി ആദ്യത്തെ 3 നമ്മൾ പറഞ്ഞു സെൽ മെംബ്രെയിനിലാണ്. സോ മരുന്ന് ഇവിടെ എത്തിയാൽ മതി റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്യാൻ. പക്ഷേ 4ാമത്തെ ആണെങ്കിലോ ഇൻട്രാസെല്ലുലാർ ആണെങ്കിൽ മരുന്ന് സെൽ മെംബ്രെയിൻ കടന്ന് അകത്തെത്തണം അല്ലെങ്കിൽ ഈവൻ ന്യൂക്ലിയസിലെത്തണം. സോ ദ ഡ്രഗ് ഹാസ് ടു ക്രോസ് ദ സെൽ മെംബ്രെയിൻ ആൻഡ് റീച്ചസ് ഇൻസൈഡ്. സോ ഇതാണ് ന്യൂക്ലിയർ റിസപ്റ്ററിൽ സംഭവിക്കേണ്ട ഒരു കാര്യം. ബാക്കി എല്ലാത്തിനും മരുന്ന് ഇവിടം വരെ എത്തിയാൽ മതി. സോ നമുക്ക് ആദ്യം ലിഗൻ ഗേറ്റഡ് അയോൺ ചാനൽ റിസപ്റ്റേഴ്സ് ആണ് നമുക്ക് നോക്കേണ്ടത്. സോ ഇതിനെ വേറൊരു പേര് കൂടി പറഞ്ഞു വിളിക്കും, അയോണോട്രോപിക് റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ്, അയോണോട്രോപിക് റിസപ്റ്റേഴ്സ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഹാവിങ് എൻ ഇൻട്രിൻസിക് അയോൺ ചാനൽ. ആ റിസപ്റ്ററിന്റെ അകത്ത് തന്നെ, ഇപ്പൊ ഇത് റിസപ്റ്റർ ജസ്റ്റ് എന്ന് വരയ്ക്കുകയാണെങ്കിൽ ഇതിനകത്ത് ദർ ഈസ് ആൻ അയോൺ ചാനൽ കൂടി അകത്തുള്ള ഒരു റിസപ്റ്റർ ആണ്. ഇറ്റ് ക്യാൻ ബി പോസിറ്റീവ് ഓർ കാറ്റയോണിക് ആകാം. കാറ്റയോൺ, ഇപ്പൊ സോഡിയം അകത്ത് കയറുകയാണെങ്കിൽ കാറ്റയോൺ ആണ്. ഇഫ് ഇറ്റ് ഈസ് ക്ലോറിൻ ആനയോൺ ആണ്. സോ ഇറ്റ് ക്യാൻ ബി ആനയോണിക് ഓർ കാറ്റയോണിക്. കാറ്റയോണിക് ആണെങ്കിൽ ദ ചാനൽ വിൽ ബി എക്സൈറ്റേറ്ററി ആയിരിക്കും, ആനയോണിക് ആണെങ്കിലോ ഇൻഹിബിറ്ററി ആയിരിക്കും, ഇൻഹിബിറ്റർ. ഓക്കെ,
ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഒരേ ചാനലിന് തന്നെ രണ്ടും പറ്റില്ല, സോഡിയം അകത്തേക്ക് വിടണം, ക്ലോറിനും രണ്ടും പറ്റില്ല. അതിന് ഡിഫറെൻറ്റ് ചാനൽസ് ആയിരിക്കും അതിന് ഉപയോഗിക്കുക. ഓക്കെ, സോ സം ആർ എക്സൈറ്റേറ്ററി, സം ആർ ഇൻഹിബിറ്ററി. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി ഇത് ഫാസ്റ്റ് ആക്ടിംഗ് ആണ് ഞാൻ പറഞ്ഞു. വാട്ട് എവർ ഇറ്റ് മേ ബി, ഇറ്റ് ഈസ് ഫാസ്റ്റ് ആക്ടിംഗ്. ദാറ്റ് മീൻസ് പോസിറ്റീവ് കയറുന്നതും ഫാസ്റ്റ് ആക്ടിംഗ് ആണ്, ക്ലോറൈഡ് കയറുന്നതും ഫാസ്റ്റ് ആക്ടിംഗ് ആയിരിക്കും. ഫാസ്റ്റ് ആക്ടിങ്. രണ്ടാമത്തത് നോ സെക്കൻഡ് മെസ്സഞ്ചർ. സെക്കൻഡ് മെസ്സഞ്ചർ ഇല്ല ഇതിനകത്ത്. എന്താണ് സെക്കൻഡ് മെസ്സഞ്ചർ എന്നുള്ളത് നമ്മൾ അടുത്തത് പഠിക്കുമ്പോഴേ പഠിക്കുള്ളൂ, എങ്കിലും ഇല്ല എന്ന് പഠിച്ചു വെച്ചേക്കും. ഇനി ഇതിന്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ 3 തരമുണ്ട്. 3 തരം ഉണ്ടാവാൻ കാരണം എത്ര പ്രോട്ടീനാണ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഒരെണ്ണം ഞാൻ വരയ്ക്കാം. ആദ്യത്തെ ഇതിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ 1 2 3 4, ഇതിൽ 5 പ്രോട്ടീൻ ഉണ്ട്. ഇതൊരു പ്രോട്ടീനാണ്, ഇതൊരു സെപ്പറേറ്റ് പ്രോട്ടീനാണ്, ഇതൊരു പ്രോട്ടീനാണ്, ഇത് വേറെ പ്രോട്ടീൻ. അങ്ങനെ 5 തരം പ്രോട്ടീൻ വെച്ചുണ്ടായി കഴിഞ്ഞാൽ അതിന് നമ്മൾ പെൻറ്റാമെറിക് എന്നാണ് വിളിക്കുക. പെൻറ്റാമെറിക് ഇതാണ് നമ്മൾ സാധാരണ പഠിക്കുക. പക്ഷേ ഇതല്ലാതെ ടെട്രാമെറിക് ഉണ്ട്. ടെട്രാമെറിക് എന്ന് പറയുമ്പോൾ 4 പ്രോട്ടീൻ വെച്ചുണ്ടാക്കി, 1 2 3 4. Okay. Then there is also trimeric. ഇങ്ങനെ ട്രൈമെറിക് ഉണ്ട്, 1 2 3. സോ there are 3 types. പെൻറ്റാമെറിക് ഉണ്ട്, ടെട്രാമെറിക് ഉണ്ട്, ട്രൈമെറിക്. ഇങ്ങനെ 3 തരം ആക്കാം. സോ എന്താണ് നമ്മൾ അടിസ്ഥാനമൊക്കെ എത്ര പ്രോട്ടീൻ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുക, ഇതാണ് നമ്മൾ നോക്കും. സോ സാധാരണ നമ്മൾ UG ലെവലൊക്കെ പെൻറ്റാമെറിക് ഒരെണ്ണം പഠിക്കുന്നു, അതോടുകൂടി തീർന്നു. പക്ഷേ PGക്കാർ ടെട്രാമെറിക് അറിഞ്ഞിരിക്കണം, ട്രൈമെറിക്കും അറിഞ്ഞിരിക്കണം. സോ പെൻറ്റാമെറിക്കിനെ കുറിച്ച് നമുക്ക് ആദ്യം പറയാം. സോ പെൻറ്റാമെറിക്കിനെ നമുക്ക് വേറെ വിളിക്കാവുന്നത് സിസ് ലൂപ്പ് എന്ന് വിളിക്കാം. സിസ് ലൂപ്പ് റിസപ്റ്റർ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിറ്റൈൽ കൊളീൻ ലൈക്ക് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, ലിഗൻ ഗേറ്റഡ് അയോൺ ചാനൽ. ബിക്കോസ് അതിന് 5 സബ് യൂണിറ്റ്സ് ഉണ്ട്. 5 പ്രോട്ടീൻ സബ് യൂണിറ്റ്സ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇവയെ പെൻറ്റാമെറിക് എന്ന് വിളിക്കുക. ഇനി ഈ പെൻറ്റാമെറിക്കിന്റെ മാത്രം ഒരു പ്രത്യേകത ഞാൻ പറയാം. ഇപ്പോൾ 5 സബ് യൂണിറ്റിൽ ഇപ്പോൾ ഒരു പ്രോട്ടീൻ മാത്രമാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. ഒറ്റ ഒരു പ്രോട്ടീൻ മാത്രം വരയ്ക്കുകയാണെങ്കിൽ ഇത് 1 2 3 4 5. ഈ ഓരോ പ്രോട്ടീനും ഒരു അമിനോ ടെർമിനലും ഉണ്ടാകും, ഒരു COH ടെർമിനലും കാർബോക്സി ടെർമിനലും ഉണ്ടാവും. ഓക്കെ, പെൻറ്റാമെറിക്കിന്റെ എല്ലാം പുറത്താണ്. ഓക്കെ, ദാറ്റ് മീൻസ് ഔട്ട്സൈഡ് ദ സെൽ മെമ്പറൈൻ. പക്ഷേ ഇതിനൊക്കെ ഈ COH ടെർമിനൽ അകത്തായിരിക്കും. അങ്ങനെ ഒരു വ്യത്യാസം കൂടി ഉണ്ട്. ജസ്റ്റ് ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ, അത്യാവശ്യമില്ലാത്ത ആൾക്കാരെ ഒന്നും എടുക്കേണ്ട ആവശ്യം. ഇനി പെൻറ്റാമെറിക്കിനെ നമുക്ക് 2 ആക്കി തരംതിരിക്കാം. ഇതാണ് പെൻറ്റാമെറിക് നമ്മൾ വരച്ചത്. ഓക്കെ, 1 2 3 4 5. ഇതൊരു പെൻറ്റാമെറിക് ആണ്. ഇത് അയോൺ ചാനൽ നടുവിലുള്ള. ഇത് നമുക്ക് 2 ആക്കാം. 2 മീൻസ് ഡിപ്പെൻഡ്സ് അപ്പോൺ വാട്ട് ടൈപ്പ് ഓഫ് അയോൺസ്. ഇതിനകത്ത് കൂടി പോകുന്ന അയോൺസ് എന്താണ്. സോ ഇറ്റ് ഈസ് കാറ്റയോണിക് ആക്കാം, ഇറ്റ് ക്യാൻ ബി ആനയോണിക് ആക്കാം. ആനയോണിക്, കാറ്റയോണിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഡിയം അല്ലെങ്കിൽ കാൽഷ്യം ആയിരിക്കും പോവുക. ആനയോണിക് എന്ന് വെച്ചാൽ ക്ലോറിൻ ആയിരിക്കും കിടക്കുക. അപ്പോൾ കാറ്റയോണിക് നമ്മൾ ഓൾറെഡി പറഞ്ഞു എക്സൈറ്റേറ്ററി ആയിരിക്കും. ആനയോണിക് ആണെങ്കിൽ ഇൻഹിബിറ്ററി ആയിരിക്കും. ബിക്കോസ് ആനയോണിക് കയറുമ്പോൾ ആനയോൺസ് അകത്ത് കയറുമ്പോൾ ഹൈപ്പർ പോളറൈസേഷൻ ആണ് സെല്ലിനകത്ത് ഉണ്ടാക്കുക. ഹൈപ്പർ പോളറൈസേഷൻ, ഇവിടെ ഡീപോളറൈസേഷൻ ഉണ്ടാക്കുക. അപ്പോൾ ഇതിന് എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ചാൽ നിക്കോട്ടിനിക് ആസിറ്റൈൽ കൊളീൻ റിസപ്റ്റേഴ്സ് ആണ് പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ. ഇനി 5-HT3 റിസപ്റ്റേഴ്സ് എക്സാമ്പിൾ ഫോർ കാറ്റയോണിക് ആണ്. ആനയോണിക്കിന് എക്സാമ്പിൾ ഗാബയാണ്. ഗാബ എന്ന് വെറുതെ എഴുതിയാൽ പോരാ, ഗാബ A എന്ന് എഴുതണം. ദെൻ ഗ്ലൈസീൻ റിസപ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, സോ ഇത് രണ്ടുമാണ് ആനയോണിക്. സോ ഇതാണ് കാറ്റയോണിക്കിന്റെ പ്രധാനപ്പെട്ട എക്സാമ്പിൾ. 5 പ്രോട്ടീൻ ഉണ്ട് ഇത് പറഞ്ഞു. ഈ 5 പ്രോട്ടീൻ ഏതാണെന്ന് നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ആൽഫ, ബീറ്റ, ഗാമ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇപ്പൊ ആൽഫ തന്നെ 9 തരമുണ്ട്, ബീറ്റ 4 തരമുണ്ട്, പിന്നെ ഗാമ ഉണ്ട്, ഡെൽറ്റ ഉണ്ട്, എപ്സിലോൺ ഉണ്ട്. സോ ഇതിലേതെങ്കിലും 5 എണ്ണമായിരിക്കും ഇവിടെ വെക്കുക. അങ്ങനെയാണെങ്കിൽ നിക്കോട്ടിനിക് ആണെങ്കിൽ എങ്ങനെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കും. അത് UGക്കാർ ഉൾപ്പെടെ അറിഞ്ഞിരിക്കണം. നിക്കോട്ടിനിക് ആണെങ്കിൽ 2 ആൽഫ ആയിരിക്കും എടുത്ത് വെക്കുക. ഇതൊരു ആൽഫ, ഇതൊരു ആൽഫ, ദെൻ പിന്നെ ഒരു ബീറ്റ, ദെൻ ഗാമ, ഡെൽറ്റ. ഇത്രയും എടുത്തു വെച്ച് കഴിഞ്ഞാൽ ദിസ് റിസപ്റ്റർ ഈസ് നൗ നിക്കോട്ടിനിക് ആസിറ്റൈൽ കൊളീൻ റിസപ്റ്റർ. അതും തന്നെ പല സ്ഥലങ്ങളിലും വ്യത്യാസമുണ്ട്. ഇനി ഈ പ്രോട്ടീൻ വേറെയാണ് എടുത്തു വെക്കുന്നതെങ്കിൽ ഇത് റിസപ്റ്റർ ആയിരിക്കില്ല, ചിലപ്പോൾ അത് 5T3 റിസപ്റ്റർ ആയിരിക്കും കിട്ടുക. 5T3 റിസപ്റ്റേഴ്സ് ആണെങ്കിൽ അത് A B C D E ഇങ്ങനെ വീണ്ടും 5 തരമുണ്ട്. 5T3ക്ക് സോഡിയത്തെ അകത്ത് കയറ്റാം, പൊട്ടാസ്യത്തെ വരെ അകത്ത് കയറ്റാം, കാൽഷ്യം വരെ അകത്ത് കയറ്റാം. നിക്കോട്ടിനിക് ആണെങ്കിൽ സാധാരണ രീതിയിൽ സോഡിയം മാത്രമായിരിക്കും അകത്തേക്ക് കയറ്റിവിടുക. സോ അടുത്തത് ഇൻഹിബിറ്ററി എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഇവിടെയും 5 പ്രോട്ടീൻ ഉണ്ടെന്ന് പറഞ്ഞു. സോ സാധാരണ ആൽഫ ഉണ്ട്, 6 തരം ആൽഫ ഉണ്ട്, 3 തരം ബീറ്റ ഉണ്ട്, 3 തരം ഗാമ ഉണ്ട്, ദെൻ ഡെൽറ്റ ഉണ്ട്, എപ്സിലോൺ ഉണ്ട്, പൈ ഉണ്ട്, തീറ്റ ഉണ്ട്, റോ ഉണ്ട്. അത് 3 തരം ഉണ്ട്. സോ ഇതിൽ നിന്ന് ഏതെങ്കിലും 5 എണ്ണം എടുത്തു വെച്ചിട്ടായിരിക്കും എന്തുണ്ടാക്കുക, ആനയോണിക് ടൈപ്പ്. ഇപ്പൊ ഗാബ A ഉണ്ടാക്കണമെങ്കിൽ ഇതിൽ നിന്ന് 5 എണ്ണം, ഏതെങ്കിലും 5 എണ്ണം ആയിരിക്കും എടുത്തു വെക്കുക. അതേതാണ് നമ്മളെ ഗാബ A റിസപ്റ്റർ മാത്രം പഠിക്കുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് പറയാം. ഓക്കെ,
സോ അപ്പോൾ മനസ്സിലാക്കി വെക്കുക, ഈ 5 പ്രോട്ടീൻ എന്ന് വെച്ചാൽ 5ഉം ഒന്നല്ല. 5 ഒന്നാണെങ്കിൽ ഹോമോമെറിക് എന്ന് നമുക്ക് വിളിക്കാം. 5ഉം ഡിഫറെൻ്റ് ആണെങ്കിൽ ഹെറ്ററോമെറിക് എന്നായിരിക്കും നമ്മൾ അതിനെ വിളിക്കുക. ഇനി ഗ്ലൈസിൻ റിസപ്റ്ററിന്റെ സ്ട്രക്ചർ ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ 4 ആൽഫ എടുത്ത് വയ്ക്കുക, 4 തരം ആൽഫ എടുത്ത് വയ്ക്കുക, ഒരു ബീറ്റ എടുത്തു വെച്ച് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് എ ഗ്ലൈസിൻ റിസപ്റ്റർ. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ലിഗൻഡ് ഗേറ്റഡ് അയോൺ ചാനൽ ഈസ് ടെട്രാമെറിക് ആണ്. അത് വരയ്ക്കാൻ കുറച്ചും കൂടി സുഖമാണെന്ന് ഞാൻ പറഞ്ഞു. ഇങ്ങനെയാണ് ടെട്രാമെറിക്. 4 സബ് യൂണിറ്റ്, ഇവിടെ ഒരു ചാനൽ. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാട്ടോ. ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ 1 2 3 4 സബ് യൂണിറ്റ്, അകത്തുകൂടി സോഡിയോ ഓക്കെ അല്ലെങ്കിൽ കാൽഷ്യോ ഒക്കെ അകത്തേക്ക് കയറുന്നു എന്ന് വിചാരിക്കാം. സോ ഇതിന്റെ പ്രധാനപ്പെട്ട എക്സാമ്പിൾ വാട്ട് ആർ ദ ലിഗൻഡ് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൂട്ടമേറ്റ് ആണ്. ഗ്ലൂട്ടമേറ്റ് ബ്രെയിനിലെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലൂട്ടമേറ്റ് ആണ്. അപ്പോൾ ഗ്ലൂട്ടമേറ്റിന്റെ റിസപ്റ്റേഴ്സ് എല്ലാം 4 പ്രോട്ടീനുള്ള ടെട്രാമെറിക് ആയിട്ടുള്ള സബ് യൂണിറ്റുള്ള. ഗ്ലൂട്ടമേറ്റിന് എത്ര തരം റിസപ്റ്റേഴ്സ് ഉണ്ട്? 3 തരം റിസപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1 ആംപ റിസപ്റ്റർ ആണ്, 2 NMDA റിസപ്റ്റർ ആണ്, 3 കൈനേറ്റ് റിസപ്റ്റർ ആണ്. കൈനേറ്റ്. സോ ഇവിടെ 4 തരം സബ് യൂണിറ്റുകളാണ്. സോ ആംപ റിസപ്റ്റർ നോക്കുകയാണെങ്കിൽ ആംപ ഉണ്ടാക്കിയിരിക്കുന്നത് ഗ്ലൂ എ ടൈപ്പ് ഓഫ് റിസപ്റ്റർ ആണ്. ഗ്ലൂ റിസപ്റ്റേഴ്സ്, ഗ്ലൂ എ ടൈപ്പ് റിസപ്റ്റേഴ്സ് സബ് യൂണിറ്റ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയത്. അത് തന്നെ എത്ര തരമുണ്ട്? ഗ്ലൂ A1 A2 A3 A4 ഒക്കെ വെച്ചിട്ടാണെങ്കിൽ ആംപയായി. ഓക്കെ, സോ ആംപ സോഡിയം ഒക്കെ അകത്തേക്ക് കയറ്റി വിടുന്നതാണ്. എല്ലാം എക്സൈറ്റേറ്ററി ആണല്ലോ. രണ്ടാമത്തത് NMDA റിസപ്റ്റർ ആണ്, അതും ടെട്രാമെറിക് തന്നെയാണ്. സോ ഇവിടെ ലിഗൻഡ് ക്യാൻ ബി ഗ്ലൂട്ടമേറ്റ് ആൻഡ് ഓൾസോ ഇവിടെ ഗ്ലൂട്ടമേറ്റും പിടിക്കാൻ ഗ്ലൈസീനും വേണമെങ്കിൽ പിടിക്കും. സോ ഗ്ലൈസീൻ എക്സൈറ്റേറ്ററി ആയിട്ട് വർക്ക് ചെയ്യുന്ന റിസപ്റ്റർ ആണ് NMDA റിസപ്റ്റർ എന്നുകൂടി ഓർക്കുക. മാത്രമല്ല ഇത് രസകരമായിട്ടുള്ള വേറെ കാര്യം, ഇതിനകത്ത് ഇവിടെ ഒരു മഗ്നീഷ്യം ഇരിപ്പുണ്ടാവും. ഈ മഗ്നീഷ്യത്തെ തള്ളി മാറ്റിയിട്ട് വേണം കാൽഷ്യത്തിനും സോഡിയത്തിനൊക്കെ അകത്തേക്ക് പോകാൻ. നമ്മൾ മെമാൻറ്റിൻ എന്നൊക്കെ പറയുന്ന മരുന്ന് പഠിക്കുമ്പോഴത്തേക്കാണ് ഇതിനെ കുറിച്ച് കൂടുതൽ പഠിക്കുക. ഓക്കെ, അടുത്തത് കൈനേറ്റ് റിസപ്റ്റർ ആണ്. ആൻഡ് NMDA റിസപ്റ്റർ ഉണ്ടാക്കിയിരിക്കുന്നത് ഗ്ലൂ N ആണ്. ഗ്ലൂ N വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അതും ഡിഫറെന്റ് സബ് യൂണിറ്റ്സ് ഉണ്ട്, അതിലെ കുറച്ച് വെച്ച് ചേർത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ദെൻ കൈനേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഗ്ലൂ K വെച്ചിട്ടാണ്. ഗ്ലൂ K. ഓക്കെ, K സബ് യൂണിറ്റ് K1 to K5 ഉണ്ട്. അതിലേതെങ്കിലും 4 എടുത്ത് വെച്ചിട്ടായിരിക്കും ഇത് ഉണ്ടാക്കുക. സോ കൈനേറ്റിനെ വേണമെങ്കിൽ സോഡിയത്തെ അകത്തേക്ക് വിടാം, അല്ലെങ്കിൽ കാൽഷ്യത്തെ വേണമെങ്കിൽ അകത്തേക്ക് വിടാം. ഇനി വേറൊരെണ്ണം ഉണ്ട് കേട്ടോ, ഗ്ലൂട്ടമേറ്റ് ഡെൽറ്റ റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. അത് വളരെ അപൂർവമായിട്ടാണ് ഓർഫൻ റിസപ്റ്റർ എന്ന് പറയാം. ഇനി നമ്മൾ സാധാരണ കേൾക്കാത്ത ഒരെണ്ണം കൂടി ഞാൻ പറഞ്ഞേക്കാൻ, അതും ടെട്രാമെറിക് ആയതുകൊണ്ടാണ്. ദാറ്റ് ഈസ് ഇൻവേർട്ട്ലി റെക്ടിഫൈങ് പൊട്ടാസ്യം ചാനൽ എന്ന് നിങ്ങൾ പല സ്ഥലത്ത് കേൾക്കും. അപ്പോൾ ഇതെന്താണെന്ന് അറിയാണ്ട് നിൽക്കണ്ട. അത് ഒരു ടെട്രാമെറിക് ആയിട്ടുള്ള ഒരു അയൺ ചാനലാണ്, പൊട്ടാസ്യം ചാനലാണ്. ഓക്കെ, സോ അവിടെ ദർമസ് ബി ലിഗൻഡ് അല്ല, ലിഗൻഡ് ഗേറ്റഡ് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ലിഗൻഡിന്റെ പേര് PIP2 എന്നാണ്. PIP2 പിടിക്കുമ്പോഴത്തേക്കും ഈ ചാനൽ തുറക്കുന്നതാണ്. സോ KIR എന്നായിരിക്കും വിളിക്കുക, അല്ലെങ്കിൽ വേറൊരു പേര് വിളിക്കുക IRK, ഇൻവേർട്ട്ലി റെക്ടിഫൈങ് പൊട്ടാസ്യം, K ഫോർ പൊട്ടാസ്യം. ഇതിന് ഒരുപാട് സബ് യൂണിറ്റ്സ് ഉണ്ട് കേട്ടോ. KIR 1 to 7 വരെയുള്ള സബ് യൂണിറ്റ് ഉണ്ട്. അതിൽ തന്നെ വീണ്ടും അതിനകത്ത് വീണ്ടും സബ് ഡിവിഷൻ ഉണ്ട്. സോ ഇറ്റ്സ് ഹൈലി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പൊട്ടാസ്യം ചാനലാണ് ഇൻവേർട്ട്ലി റെക്ടിഫൈങ് പൊട്ടാസ്യം ചാനൽ. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ലിഗൻഡ് ഗേറ്റഡ് അയൺ ചാനൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ട്രൈമെറിക് ആണ്. ട്രൈമെറിക് എന്ന് പറയുമ്പോൾ 1 2 3 പ്രോട്ടീൻ മാത്രമേ ഉള്ളൂ. 3 പ്രോട്ടീൻ ഇങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോൾ നടുവിലൊരു ഗ്യാപ്പ് വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ട്രൈമെറിക് എന്ന് വിളിക്കുക. ട്രൈമെറിക്. ഉദാഹരണം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന് ഉദാഹരണം പറയാം P2X ടൈപ്പ് ഓഫ് റിസപ്റ്റർ ആണ്. P2X ആർ പ്യൂരിനർജിക് റിസപ്റ്റേഴ്സ് ആണ്. അപ്പോൾ അതിന്റെ ലിഗൻഡ് ഏതാണ്, ആരാണ് ഇവിടെ ഒന്ന് പിടിക്കാന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ATP ആണ്. ഓക്കെ, ATP ആണ് ഇവിടെയുള്ള ലിഗൻഡ്. സോ ദിസ് ഈസ് എക്സൈറ്റേറ്ററി ആണ്. എക്സൈറ്റേറ്ററി എന്ന് പറയുമ്പോൾ ആനയോണിക് അല്ല, കാറ്റയോണിക് ആണ്. അകത്തുകൂടി കടന്നു പോകുന്ന സോഡിയം അല്ലെങ്കിൽ കാൽഷ്യം ഒക്കെ ആയിരിക്കും അകത്തേക്ക് കയറ്റിവിടുക. ഇതിന്റെ സ്ട്രക്ചർ നോക്കി കഴിഞ്ഞാൽ ആക്ച്വലി ദിസ് ഓൾസോ സിസ് ലൂപ്പ്. പക്ഷേ ഇത് കണ്ടുപിടിച്ചത് വളരെ പുറകിലായതുകൊണ്ട് അങ്ങനെ വിളിക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ദിസ് ഈസ് പ്യൂരിനർജിക്. P2X തന്നെ P2X1 X2 X3 X4 അങ്ങനെ X9 വരെ ഉണ്ട്, X10 വരെ ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അതിൽ ഏത് പറഞ്ഞോ ഇല്ല, 8ഓ 7ഓ ഇല്ല ബാക്കി. സോ സബ് യൂണിറ്റ്സ് ക്യാൻ ബി ഹോമോ അല്ലെ, P2X1 വെച്ചിട്ടുണ്ടാക്കാം എല്ലാം, അല്ലെങ്കിൽ X2 X3 ഇതൊക്കെ വെച്ചിട്ട് ചേർത്തുണ്ടാക്കാം. സോ അങ്ങനെയൊക്കെ കോംപ്ലിക്കേഷൻ ഉണ്ട്. പക്ഷെ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ടത് 3 ട്രൈമറിക് ആയിട്ടുള്ള ലിഗൻഡ് ഗേറ്റഡ് അയൺ ചാനൽസും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. എക്സാമ്പിൾ P2X ആണ് പ്യൂരിനർജിക് റിസപ്റ്റേഴ്സ് എന്നും ഓർത്തു. സോ ഇത്രയാണ് നമുക്ക് ലിഗൻഡ് ഗേറ്റഡ് അയൺ ചാനലിനെ പറ്റി പറയാനുള്ളത്. സോ ഇനി നമുക്ക് പറയാനുള്ളത് G പ്രോട്ടീൻ കപ്പിൾ റിസപ്റ്റർ ആണ്. സോ സമയം ഒരുപാട് പിടിക്കുന്നതുകൊണ്ടാണ് ഞാൻ പല സെഗ്മെന്റ് ആക്കുക. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ താങ്ക് യു ഫോർ പേഷ്യൻ്റ് ലിസണിങ്.